സൂരജ് സജിയോടൊപ്പം ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് പോകാം. സൂരജ്, എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ എങ്ങനെ കാണുന്നു? എന്താണ് ശോഭാ സുരേന്ദ്രന് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, തികഞ്ഞ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത്. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അതായത് CPM-ന്റെ കരുത്തുറ്റ അല്ലെങ്കിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ആലപ്പുഴയിലേക്കാണ് എത്തുന്നത്. എന്തായാലും CPM-ന്റെ കരുത്തുറ്റ ആറ്റിങ്ങലിനേക്കാൾ വലുതല്ലല്ലോ ആലപ്പുഴയിലെ കരുത്ത് എന്ന് പറയുന്നത്. കാരണം അവിടെ നമ്മൾ 90,000 വോട്ടുണ്ടായിരുന്നത് നമുക്ക് ഏതാണ്ട് ഒരു 2.5 ലക്ഷത്തോളം വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും അവിടെ CPIM-ന്റെ 10% വോട്ടുകൾ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ച് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ട എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായിട്ടുണ്ട്. അവർ തീരുമാനമെടുക്കും. ഇത്തവണ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നവരെ, അതായത് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവരാണോ ജയിക്കേണ്ടത്, അതോ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ രണ്ടു കൂട്ടരും ഒരുമിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ എതിർക്കുന്നവരാണോ ജയിക്കേണ്ടത് എന്നതിനെ കുറിച്ചായിരിക്കും തീർച്ചയായിട്ടും ആലപ്പുഴയിൽ അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകും. കഴിഞ്ഞ തവണ UDF-നൊപ്പം കേരളത്തിലെ ഭൂരിഭാഗം മണ്ഡലം നിന്നപ്പോഴും ആലപ്പുഴ മാത്രം LDF-നൊപ്പം നിന്ന സ്ഥലമാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ജനങ്ങളാണല്ലോ രാജാക്കന്മാർ. അപ്പൊ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു വോട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പൊ ഇതിനേക്കാൾ വോട്ടില്ലാത്ത ഒരു സ്ഥലത്ത് വലിയൊരു വോട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലെ ജനങ്ങൾ വിചാരിക്കുകയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ മതി എന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അത് തീരുമാനിക്കാൻ മനുഷ്യരുടെ മനസ്സ് മാറാനായിട്ട് എത്ര സമയം വേണമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. മാത്രവുമല്ല, ആലപ്പുഴയിലാണ് പാവപ്പെട്ട കർഷകൻ പ്രസാദിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആലപ്പുഴയിലാണ് സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഭീകരവാദം വർദ്ധിച്ചതിന്റെ പേരിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും ഉൾപ്പെടെ അവിടെ കരയേണ്ടി വന്നത്. ഇതേ ആലപ്പുഴയിലാണ് മത്സ്യമേഖലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കാതെ